പത്തനംതിട്ടയിൽ 14-കാരിയോട് ലൈംഗിക അതിക്രമം കാട്ടുകയും മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ അയച്ചു കൊടുക്കുകയും ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായ ലാബ് ഉടമയെ പത്തനംതിട്ട പോലീസ് പിടികൂടി. ഓമല്ലൂർ ആറ്റിരികം ചെറിയമംഗലത്തെ വീട്ടിൽ അജിത് സി കോശി 57 അറസ്റ്റിലായത്. കൈപ്പറ്റുള്ള ലാബിന്റെ ഉടമസ്ഥനായ ഇയാൾക്കെതിരെ കുട്ടിയുടെ മൊഴിപ്രകാരം പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് നാട്ടിൽ ജോലിയുണ്ട്. പിതാവ് വിദേശത്ത് ജോലിയിലാണ്. പ്രതിയുടെ അതിക്രമം സംബന്ധിച്ച് അറിഞ്ഞിട്ടും ബന്ധപ്പെട്ട നിയമസ്ഥാപനങ്ങളെ അറിയിക്കാതെ മറച്ചുവെച്ചതിന് മാതാപിതാക്കളെ കേസിൽ 2ഉം 3ഉം പ്രതികളാക്കിയാണ് പത്തനംതിട്ട പോലീസ് കേസ് എടുത്തത്. കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഈ മാസം 17 വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നത്. ലാബിൽ വെച്ച് കുട്ടിയുടെ ദേഹത്ത് പ്രതി കയറിപ്പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടി. വിവരം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ ഇയാളെ താക്കീത് ചെയ്തിരുന്നു. മേലിൽ ആവർത്തിക്കലെന്ന് ഉറപ്പ് നൽകിയ പ്രതി പിന്നീട് മാതാപിതാക്കളുടെ അറിവോടെ കുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. തുടർന്ന് ഫോണിലേക്ക് അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും സന്ദേശങ്ങളും അയക്കാൻ തുടങ്ങി. കുട്ടികളോട് സംസാരിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു. ഇക്കാര്യം പെൺകുട്ടി അമ്മയോട് പറഞ്ഞെങ്കിലും പോലീസിലോ മറ്റോ അറിയിക്കാതെ മറച്ചുവെച്ച് വീണ്ടും ഇയാളെ താക്കീത് ചെയ്യുകയായിരുന്നു. പ്രതി തുടർന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുള്ള വിവരം ഈ മാസം 19 ക്ലാസ് ടീച്ചറെ കുട്ടി അറിയിച്ചു. ക്ലാസ് ടീച്ചർ ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് കുട്ടിയെ വൺ സ്റ്റോപ്പ് സഖി സെന്ററിൽ എത്തിക്കുകയും അവിടെ നിന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇരുവരും വനിതാ PSHO AR ഷെമിമോൾ അവിടെ എത്തി വിശദമായി മൊഴി രേഖപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് പ്രതിക്കെതിരെ കുട്ടിയെ അപമാനിക്കുകയും മാനഹാനി ഉണ്ടാക്കുന്നതിനും പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരവും IT നിയമമനുസരിച്ചും അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. SI KR രാജേഷ് കുമാറാണ് കേസ് എടുത്തത്. കേസിൽ അജിത് കോശി 1ാം പ്രതിയും അമ്മയും അച്ഛനും യഥാക്രമം 2ഉം 3ഉം പ്രതികളാണ്. പ്രതിയുടെ ഫോൺ വിളി വിവരങ്ങളും ലൊക്കേഷനും ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ലഭ്യമാക്കിയപ്പോൾ തിരുവനന്തപുരത്തുണ്ടെന്ന് മനസ്സിലായി. തുടർന്ന് തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്നും ഞായറാഴ്ച കസ്റ്റഡിയിലെടുത്തു. പൂജപ്പുരയിലെ ഒരു സ്വകാര്യ ആശുപത്രി സമീപത്താണ് ഇയാളെ പിടികൂടിയത്. പിന്നീട് ഇയാളെ ഫോട്ടോ എടുത്ത് സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ ഡ്യൂട്ടിയിലുള്ള SCPO ധന്യ രാജലക്ഷ്മിയുടെ വാട്സാപ്പ് നമ്പർ അയച്ച് കുട്ടിയെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം വിശദമായി പ്രതിയെ ചോദ്യം ചെയ്യുകയും ഞായർ ഉച്ചയ്ക്ക് 2:15 അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പ്രതിയുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി. കുട്ടി ഉപയോഗിച്ച മൊബൈൽ ഫോണും പ്രതിയുടെ മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. കുട്ടിയുടെ മൊഴി പത്തനംതിട്ട JFM കോടതി രേഖപ്പെടുത്തി. വൈദ്യപരിശോധന ഉൾപ്പെടെ നടപടികൾ പൂർത്തിയായ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ചുമതല വഹിക്കുന്ന മലയാളപ്പുഴ SHO S ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. പോലീസ് സംഘത്തിൽ SI KR രാജേഷ് കുമാർ, CPOമാരായ രഞ്ജിത്ത്, ബിപിൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്.